ഊഞ്ഞാല് കണ്ടാൽ ഒന്ന് ആടിയില്ലെങ്കിൽ പിന്നെ എന്തോണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുൻപിൽ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതി CPM നേതാവ് IP ബിനു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ക്യാപ്ഷനാണിത്. ഓണം ആഘോഷിച്ച് ബിനു ഊഞ്ഞാലാടിയതോ മ്യൂസിയം സ്റ്റേഷന് മുൻപിലും. ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർ നോക്കി നിൽക്കിയാണ് നഗരമധ്യത്തിലെ സ്റ്റേഷനിൽ പ്രതിയുടെ ഊഞ്ഞാലാട്ടം നടന്നത്. സംഭവം സോഷ്യൽ മീഡിയയിൽ കൊടൂര വൈറലായതോടെ DGP റവാഡ A. ചന്ദ്രശേഖർ അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസുകാരുടെ ഓണാഘോഷത്തിലാണ് ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തത്. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞാണ് ബിനുവും എത്തിയത്. പോലീസുകാർ ഒരുമിച്ച് വസ്ത്രം വാങ്ങിയ കൂട്ടത്തിൽ ബിനുവിനും കൂടി വാങ്ങിയെന്നാണ് വിവരം. സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ആണ് ബിനുവിന് വസ്ത്രം കൊടുത്തത്. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിലെ ഇടത് സംഘടനാ നേതാവുമായ R. പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ആഘോഷം. മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ED ആക്രമണ കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ഓണാഘോഷം. അനാവശ്യമായി ഉണ്ടായ ഈ വിവാദത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങളെയും മറ്റ് ആക്രമണങ്ങളെയും പ്രതിരോധിച്ചു നിൽക്കുന്നതിനിടെ ഭരണപക്ഷത്തെ ജനമധ്യത്തിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള നേതാക്കളുടെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. പിണറായി വിജയന്റെ വസതിയിലെ ED റെയ്ഡിനും തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കും ശേഷം പാർട്ടി നേരിട്ട രാഷ്ട്രീയ തിരിച്ചടികളിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും പതിയെ മുക്തി നേടി വരുന്നതിനിടെയാണ് വീണ്ടും പുതിയ പ്രഹരം രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് ആശ്വാസമേക്കേണ്ട സമയത്ത് വന്നിടങ്ങിയ പുതിയ വിവാദം നേതൃത്വത്തെ ശരിക്കും വെട്ടിലാക്കിയിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതികൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ അതിഥികളായെത്തി ആഘോഷങ്ങളിൽ പങ്കുചേർന്നത് പോലീസ് സേനയ്ക്കും ആകെ നാണക്കേടുണ്ടാക്കി. ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കും ഒരുപോലെ ദോഷം ചെയ്ത ഈ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമോ അതോ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ അറിയാം.